കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ മാത്രം കണ്ട അണ്ടനും അടകോടനും കൂടി തീരുമാനിക്കുകയാണ്. UDFന്റെ സീറ്റ് മാറ്റലും വിട്ടുകൊടുക്കലുമെല്ലാം മാധ്യമമാണ് അവർക്കിഷ്ടമുള്ള രീതിയിൽ അങ്ങ് തീരുമാനിക്കുന്നത്. പിണറായി വിജയനോട് കാശും വാങ്ങിച്ച് സർക്കാരിൻ്റെ പരസ്യവും കൊടുത്ത് അതിൻ്റെ പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് കൂലിപ്പണിയെടുക്കുന്ന ചില മാധ്യമങ്ങളാണ് ഇതിന് പിന്നിൽ. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ക്യാമ്പിൽ ഉണ്ടായത് എന്നും പറഞ്ഞ് ചില മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ കേട്ടാൽ ഇവരുടെ തറവാട്ടിലെ വിശേഷം പോലെയായിരുന്നു അത്. ആ ക്യാമ്പിൽ മുഴുവൻ സമയവും പങ്കെടുത്ത പ്രതിനിധികളുമായും നമ്മൾ മീഡിയ ഗ്രാമം സംസാരിച്ചതിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് അവിടെ നടന്നതുമായി പുലബന്ധം പോലുമില്ലാത്ത വാർത്തകളാണ് പല ചാനലുകളും പടച്ചുവിട്ടത്. കഴിഞ്ഞ തവണയെല്ലാം CPMനെയും പിണറായി വിജയനെയും പുകഴ്ത്തിപ്പാടാനും ഭരണത്തെ പ്രശംസിക്കാനുമൊക്കെ ചിലതുണ്ടായിരുന്നു. ഇത്തവണ ശബരിമല അയ്യപ്പനെ വരെ മോഷ്ടിച്ചു കടത്തിയ പെരുങ്കള്ളന്മാരുടെ പേര് പറയുന്നതോടുകൂടി കലിപ്പിലാകുന്ന ജനങ്ങളോട് എന്തു പറഞ്ഞു പറ്റിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് കോൺഗ്രസിൻ്റെയും UDFന്റെയും കാര്യത്തിൽ കള്ളം പറഞ്ഞ് അവിടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കാശ് വാങ്ങി പോക്കറ്റിലിട്ട മാധ്യമങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് ജനങ്ങൾ ഇപ്പോൾ തള്ളിക്കളയുകയാണ്. ഇപ്പോൾ ഇത് പറയാൻ കാരണം തന്നെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ എല്ലാവരും സ്ഥാനാർത്ഥികളാണ്. ഇനി അവിടുത്തെ പൂച്ചയും പട്ടിയും ഉണ്ടെങ്കിൽ അതും മാത്രമേ സ്ഥാനാർത്ഥിയാകാൻ ബാക്കിയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മക്കളായ അച്ചു ഉമ്മനും മറിയ ഉമ്മനും അതുപോലെ ചാണ്ടി ഉമ്മനും മത്സരിക്കുമെന്ന വാർത്തകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ മത്സരത്തിന് താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ പെൺമക്കളുടെ പേര് ഓരോ മണ്ഡലങ്ങൾ ചേർത്ത് വച്ചിങ്ങനെ പടച്ചു വിടുകയാണ്. താല്പര്യമില്ല എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളതെന്നും വീട്ടിൽ നിന്ന് രാഷ്ട്രീയത്തിൽ ഞാൻ മാത്രം മതിയെന്നാണ് പിതാവും പറഞ്ഞിട്ടുള്ളത് എന്നും മകനായ ചാണ്ടി ഉമ്മൻ MLA വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരാളെ കാണുകയുള്ളൂവെന്നും ചാണ്ടി ഉമ്മൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു വാർത്ത എല്ലാം മാധ്യമ സൃഷ്ടിയാണ്. മാധ്യമങ്ങളിലെ ഇക്കാര്യം ഞാനും കണ്ടിട്ടുള്ളൂ. രണ്ടാമത്തെ സഹോദരിയുടെ പേര് വരെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. താല്പര്യമില്ല എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അതേ തനിക്ക് അറിയൂ എന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നു. ഇന്നലെ ഒരാളുടെ പേര് വന്നു, ഇന്ന് മറ്റൊരാളുടെ പേര് വന്നു. ഈ നിലയിൽ ഇറങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് ചാണ്ടി ഉമ്മൻ. അവരുടെ സഹോദരനായ ഈ ചാണ്ടി ഉമ്മൻ തന്നെ ഈ കാര്യം അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് മാധ്യമങ്ങൾ ഇത് പടച്ചുവിടുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. കോൺഗ്രസ്സുകാർ എത്രയോ പേരുണ്ട്, പാർട്ടിക്ക് തീരുമാനിക്കാം. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്നും ഒരാളെ സ്ഥാനാർത്ഥിയായി കാണുകയുള്ളൂ എന്നാണ് ചാണ്ടി ഉമ്മൻ തന്നെ വ്യക്തമാക്കിയത്. UDFൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സർപ്രൈസ് സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ അച്ചു ഉമ്മൻ ഉണ്ടായിരുന്നു. ഇന്നലത്തെ വാർത്തകളിൽ അച്ചു ഉമ്മൻ ചെങ്ങന്നൂരിൽ മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോഴിതാ മറിയ ഉമ്മനും എത്തി. മറിയ ഉമ്മൻ ചെങ്ങന്നൂരിലോ ഒരുപക്ഷെ ആറന്മുളയിലോ കാഞ്ഞിരപ്പള്ളിയിലോ മത്സരിച്ചേക്കുമെന്നും വാർത്തയിൽ പറയുന്നു. അച്ചു ഉമ്മനേക്കാൾ മറിയ ഉമ്മനെ പരിഗണിക്കുന്നുവെന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറഞ്ഞത്. അതുകൂടാതെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനെയും മത്സരിപ്പിക്കുമെന്നും പറയുന്നു. കോൺഗ്രസ് നേതൃത്വം പോലും അറിയാത്ത കാര്യങ്ങൾ CPMന് വേണ്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പണം വാങ്ങിയ ചില ചാനലുകൾ ആണെന്ന് മനസ്സിലാക്കിയതോടെ ജനങ്ങൾ ഇതെല്ലാം പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ വീട് മുഴുവൻ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു കുറച്ച് സമയം മുൻപ് വരെ. ചാണ്ടി ഉമ്മൻ വന്ന് കാര്യം പറഞ്ഞതോടെ ചാനലുകൾ എല്ലാവരും മുങ്ങി.